നമ്മുടെ ഫേസിലെ ചുളിവുകളും പാടുകളും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തോരം ഗ്ലോ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിക്കേ. അതേപോലെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു 30-35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ നന്നായിട്ട് ചുളിവുകളൊക്കെ വീഴും. ആ ഒരു ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്ക് ഫേസ് പാക്കായിട്ടോ ഫേസ് ക്രീമായിട്ടോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നമ്മൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഉലുവ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഉലുവയുടെ പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ ഉലുവ പൊടിച്ചിട്ട് വരാം. അപ്പം ഞാനിവിടെ ഉലുവ നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് 1 സ്പൂൺ ഉലുവപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് പാലാണ്. ഞാനൊരു 1/4 ഗ്ലാസ് പാലാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞളാണ്. ഞാനിത് പച്ചമഞ്ഞൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നമുക്ക് മഞ്ഞൾ ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആർക്കെങ്കിലും മഞ്ഞൾ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. മഞ്ഞൾ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ മഞ്ഞളും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല തിക്ക് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പം ഞാനിത് ഇതേപോലത്തെ ഒരു അരിപ്പ എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്കിത് അരമണിക്കൂർ വേണമെങ്കിൽ അരമണിക്കൂർ വെക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ 1 മണിക്കൂറാണ് വെക്കുന്നത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പം ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട്, സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോവും. അപ്പോൾ ഒരു സ്കിന്നിനൊരു ഡ്രൈനസ് ഒക്കെ ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് 20 മിനിറ്റ്സ് വെക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഞാനിത് സാധാരണ 30 മിനിറ്റ്സ് വെക്കാറുണ്ട്, അതേപോലെ തന്നെ 1 അവർ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വയ്ക്കുന്നതിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷമാണ് ഞാൻ വാഷ് ചെയ്ത് കളയാറുള്ളത്. അപ്പം ഇനി ഞാനിത് വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം.
ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തോരം ഗ്ലോ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിക്കേ. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങളൊരു 35 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.